മലയാള സിനിമ DC സിനിമ കണ്ടിറങ്ങിയിട്ട് 2 ദിവസമായിട്ടും ആ സിനിമയുടെ ഒരു ഫീല് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അടുത്തിടെ ഞാൻ തിയേറ്ററിൽ കണ്ടത് വെച്ച് ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമകളിൽ ഒന്നാണ് DC. സത്യത്തിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല സമയത്തും തോന്നിയത് ഇങ്ങനൊരു സിനിമ എടുക്കണമെന്നാണ്. ഒരു സിനിമയുടെ കഥ മാത്രം നമ്മളെ പിടിച്ചിരുന്നതല്ല ഇവിടെ. പെർഫോമൻസ്, മ്യൂസിക്, BGM എല്ലാം കൂടി ചേർന്നാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ലോകേഷ് കനകരാജിന്റെ അഭിനയം. ലോകേഷിനെ നമ്മൾ ഇതുവരെ സംവിധായകനായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു നടനെന്ന നിലയിൽ ലോകേഷ് ശരിക്കും ഞെട്ടിച്ചു. ഓവറായി അഭിനയിക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, സ്ക്രീൻ പ്രസൻസ് അതൊക്കെ തന്നെ കഥാപാത്രത്തിന് വേറൊരു ലെവൽ കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ഡയലോഗിന്റെ ഒന്നും ആവശ്യമില്ല, പിള്ളേർ നോട്ടം മതി. പിന്നെ നായികയുടെ പെർഫോമൻസ്, അവരെയും എടുത്തു പറയാതെ പോകാൻ പറ്റില്ല. കഥാപാത്രത്തിന് വേണ്ട ആറ്റിറ്റ്യൂഡും ഇന്റൻസിറ്റിയും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില സീൻസിൽ അവരുടെ പെർഫോമൻസ് സിനിമയുടെ ഓവറോൾ എനർജിയോട് കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ഈ സിനിമയെ തിയേറ്ററിൽ വേറെ ലെവലിൽ എത്തിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ അനിരുദ്ധിന്റെ BGM. ഒരു സീൻ നമ്മൾ സാധാരണയായി കാണുന്നതും അതേ സീൻ അനിരുദ്ധ് BGM കൊടുത്ത് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബിൽഡപ്പ് വരുന്നു, BGM പതിയെ കയറുന്നു, പിന്നെ ഒരു മൊമെന്റ്. അവിടെ തിയേറ്റർ തന്നെ മാറിപ്പോകുന്ന ഫീല്. വീട്ടിലിരുന്ന് ഹെഡ്ഫോണിൽ കേട്ടാൽ പോലും BGM പൊളിയായിരിക്കും. പക്ഷേ തിയേറ്ററിൽ വലിയ സ്ക്രീനിലും വലിയ സൗണ്ടിലും ഓഡിയൻസിന്റെ റെസ്പോൺസിനും ഒപ്പം കേൾക്കുമ്പോൾ ആ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണം മറ്റൊന്നാണ് വേടന്റെ വരികളും ആ സീനും. ആ വരികൾ മാത്രം കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബുണ്ട്. പക്ഷേ അത് സിനിമയിലെ ആ വിഷ്വലിനൊപ്പം വരുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം, അത് ശരിക്കും വേറെ ലെവലായിരുന്നു. ലിറിക്സ്, മ്യൂസിക്, വിഷ്വൽസ്, പെർഫോമൻസ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സീൻ. ആ സീനാണ് എനിക്ക് ഈ സിനിമയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും. പിന്നെ നായികയുടെ ഒരു പോലീസ് സ്റ്റേഷൻ സീനും. നമ്മളും ആ സിനിമയുടെ ഭാഗമായി പോകുന്ന ഒരു ഫീല്. അതുകൊണ്ട് തന്നെയാണ് DCയെ ഞാൻ തിയേറ്റർ മൂവി എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് കാണാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഈ സിനിമയുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. വലിയ സ്ക്രീൻ, നല്ല സൗണ്ട് സിസ്റ്റം, കൂടെ ഇരിക്കുന്ന ഓഡിയൻസ്, അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ BGM, ഇതെല്ലാം ചേർന്നാലാണ് ഈ സിനിമയുടെ ആ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. DC എനിക്ക് ആ കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണ്. പ്രത്യേകിച്ച് ലോകേഷിന്റെ പെർഫോമൻസ്, നായികയുടെ പെർഫോമൻസ്, വേടന്റെ വരികൾ, അതിനേക്കാൾ ഒരുപാട് മുകളിൽ അനിരുദ്ധിന്റെ BGM, ഇതെല്ലാം കൂടി വന്നപ്പോൾ കിട്ടിയത് ഒരു കംപ്ലീറ്റ് മാസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നതിന്റെ സുഖം എന്താണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു സിനിമ. DC കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ഒന്നും നോക്കാതെ തിയേറ്ററിൽ പോയി കാണുക. സിനിമ കണ്ട അന്ന് തന്നെ അഭിപ്രായം ഇടണമെന്ന് ഓർത്തതാണ്. പക്ഷേ പനിയും സൗണ്ട് പോയതും കൊണ്ട് 2 ദിവസം കഴിയട്ടെ എന്ന് ഓർത്തു. 2 ദിവസം കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മൈക്ക് പണി തന്നെന്ന് മനസ്സിലായത്. റെക്കോർഡ് ചെയ്ത പലതും ഇല്ല. പിന്നെ വീണ്ടും പകുതി വെച്ച് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ DC കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലോകേഷിന്റെ പെർഫോമൻസ്, അനിരുദ്ധിന്റെ BGM, ഇതിനെക്കുറിച്ചെല്ലാം കമന്റ് ചെയ്യുക. ഇതുപോലെ സിനിമകളെ കുറിച്ചുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.